വിദ്യാ കെയുടെ റിസർച്ച് ഗൈഡ് പിന്മാറി. കാലടി സർവകലാശാലയിലെ വിദ്യാ കെയുടെ റിസർച്ച് ഗൈഡായ ഡോക്ടർ ബിജു എക്സ് മലയിലാണ് പിന്മാറിയത്. കാലടി സർവകലാശാല വിസിക്ക് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകി. സുവി വിശ്വനാഥനാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. സുവി, വിദ്യയുടെ വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദമായ പശ്ചാത്തലത്തിലാണോ, ചർച്ചയായ പശ്ചാത്തലത്തിലാണോ റിസർച്ച് ഗൈഡിന്റെ പിന്മാറ്റം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, വിദ്യാ കെയുടെ റിസർച്ച് ഗൈഡായ ബിച്ചു എക്സ് മലയിലാണ് പിന്മാറിയിരിക്കുന്നത്. മൂല്യബോധമില്ലാത്ത ഇത്തരം പ്രവണതകൾ കണ്ടു നിൽക്കാനാകില്ല എന്നാണ് ഈ ബിച്ചു എക്സ് മലയിൽ പറയുന്നത്. ഇന്ന് രാവിലെയാണ് അവർ വിസിക്ക് കത്ത് നൽകിയത്. ഇന്നലെ രാത്രിയാണ് ഇത് തയ്യാറാക്കിയത്. ക്രിമിനൽ കുറ്റം ചെയ്ത കുട്ടിയുമായി ഒത്തുപോകാൻ സാധിക്കില്ല എന്നും ഇവർ പറയുന്നുണ്ട്. മറ്റൊരു കാരണത്താലുമല്ല ഇത്തരത്തിലുള്ള പ്രവണതകൾ, എന്തുകൊണ്ടാണ് കുട്ടികൾ ഇത്തരത്തിലുള്ള പ്രവണതകൾ കാണിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. വിദ്യാ കെയുടെ റിസർച്ച് ആയിരിക്കുന്നതിന്റെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല, പക്ഷെ ഇത്തരം പ്രവണതകൾ കണ്ടു നിൽക്കാനാകില്ല, അതുകൊണ്ടാണ് താൻ രാജി വെക്കുന്നത്, ഇതിൽ നിന്ന് പിന്മാറുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാലടി സർവകലാശാല വിസിക്കാണ് മലയാളം ഡിപ്പാർട്ട്മെന്റ് അധ്യാപികയായ ഡോക്ടർ ബിച്ചു എക്സ് മലയിൽ കത്ത് നൽകിയിരിക്കുന്നത്. ഈ കത്തിൽ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം കൂടി ഇവർ നൽകിയിട്ടുണ്ട്. വിദ്യാ കെയെ കുറിച്ച് അന്വേഷണം നടത്തണം എന്നും ഇവർ വിസിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാലടി സർവകലാശാല വിസിയോടാണ് തന്നെ ഈ റിസർച്ച് ഗൈഡ് സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. വിദ്യാ കെയുടെ റിസർച്ച് ഗൈഡ് പിന്മാറിയിരിക്കുന്നു. കാലടി സർവകലാശാലയിലെ റിസർച്ച് ഗൈഡായ ഡോക്ടർ ബിച്ചു എക്സ് മലയിലാണ് പിന്മാറിയത്. സർവകലാശാല വിസിക്ക് തന്നെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട്. സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്.